പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 15 വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 39 വാക്യം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഗത്സമനയിൽ വെച്ചുള്ളതായ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന മാത്രമല്ല ഈ വചനം, ഒരു അന്തിമ തീരുമാനമാണ്. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് തന്നെ ആകട്ടെ. ഈ ഒരു വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ സാരവും അടങ്ങിയിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തീയത വെറും സംസാരമല്ല, അതിനുപരി സമർപ്പണമാണ് എന്നതാണ്. ഈ പാനപാത്രം എന്ന യേശു പ്രതിപാദിക്കുമ്പോൾ അത് വേദന മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ്. നാമും പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഈ പ്രതിസന്ധി മാറ്റണമേ. പക്ഷെ ഉള്ളിൽ പറയുന്നത്, എൻ്റെ വഴിയിൽ എൻ്റെ സമയത്ത് അത് മാറ്റണമേ. ഇവിടെ നാം ദൈവത്തോട് ഉപദേശമാണോ നടത്തുന്നത്? ഒരു കാര്യം ചിന്തിക്കണം, ദൈവത്തെ ഉപദേശിക്കുന്നവനല്ല ശിഷ്യൻ, ദൈവത്തെ അനുസരിക്കുന്നവനാണ് ശിഷ്യൻ. തുടർന്ന് ഈ വചനത്തിൽ കാണുന്നത് എങ്കിലും എന്ന വാക്കാണ്. ഗത്സമനയിലെ ഏറ്റവും ശക്തമായ വാക്കാണിത്. ഈ എങ്കിലും എൻ്റെ ആഗ്രഹത്തെ കുരിശിലേറ്റുകയാണ്. അതിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഇച്ഛയെ സിംഹാസനത്തിൽ ഇരുത്തുന്നതുമാണ്. അപ്പൊ സത്യസമർപ്പണം എന്നത് ദൈവത്തോട് അതെ എന്ന് പറയുന്നതിലുപരി നമ്മോട് തന്നെ ഇല്ല എന്ന് പറയുന്നതും കൂടെയാണ്. വചനം സൂചിപ്പിക്കുന്നു, അനുസരണത്തിലൂടെ രക്ഷ പ്രാപിക്കും എന്നതാണ്. യേശു രക്ഷകനായത് അത്ഭുതങ്ങളിലൂടെയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ അനുസരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ മരണത്തോളം അനുസരണമുള്ളവനായി. ഇത് സൂചിപ്പിക്കുന്നത് അനുസരണമില്ലാതെ ആരെങ്കിലും ആരാധിച്ചാൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഉള്ള ശബ്ദം മാത്രമാണ് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് നിന്ന് ചോദിക്കുന്നു, നമുക്ക് എത്ര വിശ്വാസമുണ്ട് എന്നല്ല, നമ്മുടെ ഇച്ഛ ദൈവത്തിന് കൊടുക്കുമോ എന്നതാണ്. ദൈവത്തിന് നമ്മുടെ സമയത്തിനുപരി നമ്മുടെ സിംഹാസനം വേണം. അതായത് പൂർണ്ണ സമർപ്പണം നമ്മിൽ നിന്നുണ്ടാകണം. എന്താണ് പൂർണ്ണ സമർപ്പണം? എല്ലാം മനസ്സിലായ ശേഷം അനുസരിക്കലല്ല, പ്രതിസന്ധികളൊക്കെ മാറിയ ശേഷം വിശ്വസിക്കലല്ല, ഇരുട്ടിലായ അവസ്ഥയിലും ദൈവത്തെ പിന്തുടരുന്നതാണ് സമർപ്പണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാകുന്നത് നമ്മുടെ ഇച്ഛ അവൻ്റെ കാൽ കീഴിൽ മരിക്കുമ്പോഴും അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴുമാണ്. ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ പിടിച്ചു വച്ചിരിക്കുന്ന പാനപാത്രം എൻ്റെ കയ്യിൽ വിടുമോ? ഇന്ന് പറയേണ്ടതായ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, എൻ്റെ പദ്ധതി വേണ്ട, എൻ്റെ സുരക്ഷ വേണ്ട, നിൻ്റെ ഇച്ഛ മാത്രം മതി. എൻ്റെ ഇച്ഛ കുരിശിലേറ്റപ്പെടുമ്പോൾ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ രാജാവാകും. എൻ്റെ ഇച്ഛയെ കുരിശിലേറ്റി, ദൈവമേ, നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്നു മുതൽ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഇച്ഛയുടെ ശക്തിയാലല്ല, നിന്റെ ഇച്ഛയുടെ അധികാരത്താൽ അത്രേ. ഞങ്ങളുടെ കൈകളിൽ വീശിരിക്കുന്ന എല്ലാ പാനപാത്രങ്ങളും നിന്റെ കാൽവെക്കൽ വെക്കാൻ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ. ഇനി ഞങ്ങൾ ജീവിക്കുന്നില്ല, ക്രിസ്തുവാണ് ഞങ്ങൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.